ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ജീവിതത്തില് ഭാഗ്യത്തെ ആകർഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വിജയത്തെ ആകർഷിക്കണമെങ്കിൽ, ഭാഗ്യത്തെ കൂടെ നിർത്തണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും എല്ലാം പറയുമ്പോൾ പലരും നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട് അല്ലേ? പലപ്പോഴും ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വല്ലതും നടക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസമില്ലായ്മ നമ്മളെ ഓൾറെഡി അതിനകത്തുനിന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പുറത്തുനിന്നൊരു മോട്ടിവേഷനും കൂടെ വരുന്നത്. അപ്പൊ നമ്മൾ ആകെ ഡീമോട്ടിവേറ്റഡ് ആയി പോവാറുണ്ടല്ലേ? അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ട്, ഇതിനൊന്നും ഒരു എവിഡൻസ് ഇല്ല, ഇതൊന്നും സയന്റിഫിക്കലി ബേസ്ഡ് അല്ല, സയന്റിഫിക് ബേസിസ് ഇതിനില്ല എന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. റിച്ചാർഡ് വൈസ്മാൻ എന്ന ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഹാർട്ട്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം മനുഷ്യരുടെ ലക്ക് ഫാക്ടറിനെ കുറിച്ചൊരു ഗവേഷണം നടത്തുക തന്നെ ഉണ്ടായി. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ദ ലക്ക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെല്ലാം സയന്റിഫിക് ബേസിസിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അദ്ദേഹമാണ് മനുഷ്യന്റെ എന്താ പറയാ, ഡെയിലി നമ്മുടെ ദിനചര്യകള്, എല്ലാ ദിവസത്തെയും നമ്മുടെ ജീവിതവുമായിട്ട്, സാധാരണ മനുഷ്യന്റെ ജീവിതവുമായിട്ട് സൈക്കോളജിയെ ബ്രിഡ്ജ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിസർച്ച് മെയിൻ ആയിട്ട് മനുഷ്യന്റെ ലക്ക്, ഹാപ്പിനെസ്, അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ ബിഹേവിയർ, ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം മെയിൻ ആയിട്ട് റിസർച്ചുകളെല്ലാം നടത്തിയിരിക്കുന്നത്. റിസർച്ചിനെല്ലാം ശേഷമാണ് അദ്ദേഹം ദ ലക്ക് ഫാക്ടർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ബെസ്റ്റ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന ഒരു ബുക്കിന്റെ ഓഥറായിട്ട് അറിയപ്പെടുന്നത് ഈ ലക്ക് ഫാക്ടർ എന്നാണ്. അതായത് ലക്ക് ഈസ് നോട്ട് മാജിക് ഓർ ഫെയ്റ്റ് ബട്ട് ആസ് എ റിസൾട്ട് ഓഫ് മൈൻഡ് സെറ്റ്, ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം പറയുന്നതാണ്, ലക്ക് എന്ന് പറയുന്നത് ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു തന്റെ വിധിയോ അതൊന്നുമല്ല, പക്ഷെ അത് അവരവരുടെ മൈൻഡ് സെറ്റിന്റെ, ബിഹേവിയറിന്റെ, ആറ്റിറ്റ്യൂഡിന്റെ എല്ലാം കൂടിയുള്ള ഒരു റിസൾട്ട് ആണെന്നാണ്. ഇത് അദ്ദേഹം ചുമ്മാ വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. അദ്ദേഹത്തെ അതിന്റെ പ്രാക്ടിക്കൽ എവിഡൻസ്, അതിന്റെ തെളിവ്, പ്രാക്ടിക്കലായിട്ട് തെളിവും അതിന്റെ പ്രിൻസിപ്പിൾസും ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ട് റിസൾട്ട് വേണ്ടവര് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി തന്നെ കാണുക. ഈ 4 പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ക്രിയേറ്റ് ആൻഡ് നോട്ടീസ് ഓപ്പർച്യൂണിറ്റീസ്, അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ക്രിയേറ്റ് ആൻഡ് നോട്ടീസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അവസരങ്ങളെ നമ്മൾ സൃഷ്ടിക്കുകയും അവ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതായത് പൊതുവെ ഭാഗ്യമുള്ള ആളുകൾ എന്ന് പറയുന്നവര് പൊതുവെ അവര് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, തുറന്ന മനസ്സുള്ളവരായിരിക്കും, മറ്റുള്ളവരോട് ഇടപഴകുന്നവരായിരിക്കും, മറ്റുള്ളവരെ കാണാതെ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നവരായിരിക്കും, അവരവയെ ശ്രദ്ധിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് ഉത്സാഹമുള്ളവരായിരിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ബോധം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു തോട്ട്, നമുക്ക് കിട്ടുന്ന ഒരു വിഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണത്. അതിനെ വിശ്വസിക്കാനാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എക്സ്പെക്ട് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നമ്മൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു, നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ടേൺ ബാഡ് ലക്ക് ഇൻ ടു ഗുഡ് ലക്ക്, ഇതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ. ദൗർഭാഗ്യത്തെ ഭാഗ്യമാക്കി മാറ്റുക. ടേൺ ബാഡ് ലക്ക് ഇൻ ടു ഗുഡ് ലക്ക്, ഇതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ. അതായത് പ്രതിസന്ധികള് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ ദൗർഭാഗ്യമായിട്ട് തള്ളുകയാണ് ചെയ്യാറുള്ളത്, സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അതായത് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ അവിടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ അവിടെ നിർത്തിയിട്ട് ഇത് ദൗർഭാഗ്യമായിട്ട് പറഞ്ഞ് പലപ്പോഴും അതിനകത്തുനിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് സാധാരണ ആളുകളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ലക്കുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? അവര് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നില്ല. പരാജയപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അവര് അതിനെ പുതിയ പ്രശ്നങ്ങളെ, അവർക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റിയിട്ട് അതിനെ മുതലെടുത്ത് അവര് മുന്നേറാൻ ശ്രമിക്കും. അപ്പൊ അവരുടെ ദൗർഭാഗ്യത്തെ ഭാഗ്യമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ ദ ലക്ക് ഫാക്ടർ എന്ന ബുക്കില് ഒരു ഫേമസ് സ്റ്റോറി ഉണ്ട്. അതായത് രണ്ട് സഹോദരന്മാര് ഒരേ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന് ഒരേ സാഹചര്യത്തിൽ ജീവിച്ച് ഒരേ രീതിയിൽ ബിസിനസ് ചെയ്തു വന്ന രണ്ട് സഹോദരന്മാരുണ്ട്. അവര് ഒരു പോയിന്റിലെത്തിയപ്പോ അവരുടെ ബിസിനസ് പ്രശ്നമായി. അവര് രണ്ടുപേരും അവരുടെ ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് രണ്ടുപേരും അവരവരുടെ പൈസ കൊടുത്ത് സ്വന്തമായിട്ട് ലാൻഡ് വാങ്ങി. ഒരാള് വിശ്വസിച്ചിരുന്നു ഞാൻ ഭയങ്കര ലക്കിയാണെന്ന്, മറ്റേ ആള് വിശ്വസിച്ചിരുന്നത് ഞാൻ അൺലക്കി ആണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ലക്കി ആണെന്ന് വിശ്വസിച്ചിരുന്ന ആള് വാങ്ങിച്ച ലാൻഡ് കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ കുറച്ച് വികസന കാര്യങ്ങളെല്ലാം വന്ന് അദ്ദേഹത്തിന്റെ ലാൻഡിന് അദ്ദേഹം മേടിച്ചതിനേക്കാളും ഒരുപാട് ഇരട്ടി വില കിട്ടുകയും അത് നല്ല രീതിക്ക് കൊടുത്ത് അദ്ദേഹം വീണ്ടും റിച്ച് ആവുകയും അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു. അദ്ദേഹം പരാജയങ്ങൾ വന്നപ്പോ, പ്രതിസന്ധികൾ വന്നപ്പോ ഒരിക്കലും തളർന്നില്ല. പകരം അദ്ദേഹം അതിനകത്ത് ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കൂടുതൽ സക്സസും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൂടുതൽ സന്തോഷവും കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ നേരെ മറിച്ച് ഞാൻ അൺലക്കി ആണെന്ന് കരുതിയ സഹോദരനാവട്ടെ, അദ്ദേഹം വാങ്ങിച്ച ലാൻഡിന് ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ലീഗൽ പ്രോബ്ലംസിന്റെ പുറകെ പോയി അദ്ദേഹം വളരെയധികം ഫെഡപ്പായി. ഒരിക്കലും അദ്ദേഹം ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തിയില്ല. അദ്ദേഹത്തിന് ചുറ്റും വന്ന ഓപ്പർച്യൂണിറ്റീസിനെ അദ്ദേഹത്തിന് കാണാനേ പറ്റിയില്ല. പകരം ഇതെന്റെ ദൗർഭാഗ്യമാണ്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള കമന്റ്സിൽ അദ്ദേഹം താഴേക്ക് നോക്കുകയാണ് ഉണ്ടായത്. സഹോദരൻ കൂടുതൽ റിച്ച് ആവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അസൂയയും കൂടി ഉണ്ടാവുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റികളും അദ്ദേഹത്തിന് മിസ്സാവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എപ്പോഴും താൻ അൺലക്കി ആണെന്ന് പറയുകയും തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തതുകൊണ്ട് കേസിൽ പെട്ടുപോയത് കൊണ്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമ്പാദ്യം കൂടി ഇല്ലാതാവുകയും പൂർണ്ണമായിട്ട് ദരിദ്രനായിട്ട് മാറുകയും അൺലക്കിയായി തീരുകയും ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? അവരവരുടെ ബിലീഫ്, അവരവരുടെ വിശ്വാസമാണ് അവരവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയത് അവരുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റമാണ്. അവരുടെ ആ ബിഹേവിയർ ആണ് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തത്, അല്ലേ? ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആരും ഭാഗ്യവാന്മാരായിട്ടോ അല്ലെങ്കിൽ നിർഭാഗ്യവന്മാരായിട്ടോ ജനിക്കുന്നില്ല. നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്, അതായത് നമ്മളെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയാണോ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്, അതോ നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയാണോ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തായി തീരുന്നു എന്നായി മാറുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലോൺ മസ്ക് അതിന് ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അദ്ദേഹം വളരെയധികം എന്താ പറയാ, ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഈ ഒരു ഹോപ്പാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ നിലയിലേക്ക് എത്തിച്ചത്. അതായത് എന്റെ ഭാവി നിർണയിക്കുന്നത് ഞാൻ തന്നെയാണ്. അതായത് ആരും അൺലക്കി ആയിട്ട് ജനിക്കുന്നില്ല. ലക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലൂടെ, നമ്മുടെ ബിഹേവിയറിലൂടെയാണ്. അപ്പൊ നമ്മൾ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു വിശ്വാസമാണ് പലരെയും ഇന്ന് സമ്പന്നതയിലേക്ക് എത്തിച്ചതിന്റെ കാരണം തന്നെ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സയന്റിഫിക് എവിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.